നീ കണ്ടില്ലേ, ഞങ്ങള് ചോർച്ച അടച്ചോണ്ടിരിക്കുക. നിങ്ങൾ എവിടുത്തെ ചോർച്ച അടയ്ക്കോ? ഞങ്ങള് പഴയ വീടിന്റെ പുതിയ വീടിന്റെ ചോർച്ച അടയ്ക്കും. പഴയ വീടിന്റെ പുതിയ വീടിന്റെ വീടിന്റെ എല്ലാത്തിന്റെ ചോർച്ച അടയ്ക്കും. ചോർച്ച അടയ്ക്കും. ഇപ്പൊ ഞങ്ങള് നിലയ്ക്കൽ പള്ളിയുടെ ആയിട്ടുള്ള ബിൽഡിങ്ങിന്റെ ചോർച്ച അടച്ചോണ്ടിരിക്കുക. ആണല്ലേ, പള്ളിയൊക്കെ നിങ്ങൾ കൂടുതലായിട്ടും ചെയ്യുന്നല്ലേ? ചെയ്യും, എല്ലാം ചെയ്യും. ഇപ്പോ ജയേഷ് പറഞ്ഞതുപോലെ ഒരു പുതിയ വീടായാലും പഴയ വീടായാലും ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വാട്ടർ പ്രൂഫ് എന്ന് പറയുന്നത്. ഇപ്പൊ ചോർച്ച ഉണ്ടാവുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ വരുന്ന കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ ഒരു പുതിയ കാലഘട്ടത്തിൽ സിമെന്റ് ആയാലും എം സാൻഡ്, പി സാൻഡ് പോലുള്ള കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ബിൽഡിങ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള പുഴമണൽ പോലും ഉപയോഗിക്കുന്ന ആ രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷൻ മെത്തേഡ് അല്ല ഇപ്പോൾ. അപ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫിനെ കൂടെ നമ്മൾ എല്ലാം ചെയ്യുന്ന പോലെ, പ്ലംബിങ്, വയറിങ്, അങ്ങനെയുള്ള എല്ലാം ചെയ്യുന്ന പോലെ തന്നെ വാട്ടർ പ്രൂഫിനെ കൂടെ നിങ്ങൾ, അതായത് അതും കൂടെ നമുക്ക് ആവശ്യമായ ഒരു ഇതായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ. നമ്മളിപ്പം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നിലയ്ക്കൽ പള്ളിയോട് ചേർന്നിട്ടുള്ള ഒരു ബിൽഡിങ്ങിന്റെ വർക്കാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഒരു പഴയ ഒരു കെട്ടിടമാണ് അല്ലേ? ഇതൊരു 30-35 വർഷം പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ ഇതിന് ചെറിയൊരു ചോർച്ച കണ്ടു. കണ്ട സമയം തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ വന്നു, നമ്മളെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 7 ലെയർ കോട്ടിംഗ് അത് അപ്ലൈ ചെയ്തേക്കുന്നത്. 7 ലെയർ കോട്ടിംഗ് എന്ന് പറയുന്നത് 45 GSM എന്ന് പറയുന്ന ഒരു ഫൈബറിന്റെ മെഷ് ഉണ്ട്. ആ മെഷ് ഉൾപ്പെടെയുള്ള 7 ലെയർ കോട്ടിംഗ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ എത്ര ദിവസം നമുക്ക് വേണ്ടി വന്നു? ഇവിടെ ഇത് വെച്ചിട്ട് കുറച്ച് ഏരിയ കൂടുതലായതുകൊണ്ടും, അതേപോലെ തന്നെ ഈ ഓട് കണ്ടില്ലേ, ഈ ഓടിന്റെ ഒക്കെ ഉള്ളേരിയ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ? അതെ. ഇപ്പൊ ഈ ഓടിന്റെ ഉള്ളേരിയ എന്ന് പറയുന്നത്, ഈ ഓടിനുള്ളിൽ നമുക്ക് പട്ടിക നമ്മൾ വെക്കുമല്ലോ, ഓട് ഓട് വെക്കാനായിട്ട് ആ പട്ടികയ്ക്കുള്ളിലെല്ലാം വെള്ളം, ഈ ഓട് പൊട്ടാൻ സാധ്യത കൂടുതലാണ്. വർഷങ്ങൾ പഴക്കമാകുമ്പോൾ ഓടുകൾ പൊട്ടുമ്പോൾ ഈ ഓടിനകത്തൂടെ വെള്ളം ഇറങ്ങിയിട്ട് ഈ പട്ടികയിലൊക്കെ വന്നിരിക്കുമ്പോൾ അവിടെ വെള്ളം സ്റ്റോർ ആവാനും അത് കാലക്രമേണ ഉള്ളിലേക്ക് എത്താനുമായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. കൺസ്ട്രക്ഷൻ ജോയിന്റ് എന്ന് പറയുന്ന ഭാഗങ്ങൾ, അതായത് ഇതുപോലത്തെ ഈ കോർണർ ഭാഗങ്ങൾ വരും. ഈ കോർണർ ഭാഗങ്ങളിലെല്ലാം വെള്ളം സ്റ്റോർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതെ. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ കാഴ്ചയിൽ അത് കാണാൻ കഴിയില്ല, ക്രാക്ക് ഉണ്ടോ കാര്യങ്ങളുണ്ടോ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ വെള്ളം എന്ന് പറയുന്നതിന്റെ പവർ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, നമ്മളിപ്പോ ഇത് ചെയ്തിരിക്കുന്ന ഇതിന്റെ ഓട് പൊക്കിയിട്ട് ചെയ്തിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. അതൊന്ന് കാണിച്ചു തരാമോ? അത് നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ഇത് കണ്ടോ, ഇവിടെ ഓട് പൊക്കിയാണ് ഇവര് ടോട്ടൽ ഏരിയ നമ്മൾ ചെയ്തതാണ്. ഫുൾ ഏരിയ നമ്മൾ ഈ ഓട് ഇളക്കി മാറ്റി വാട്ടർ പ്രൂഫ് ചെയ്ത ശേഷം ഓട് നമ്മൾ തിരിച്ചിട്ടു. നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയോ? ഞങ്ങളിപ്പോ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ, ഇത് കാടിന് ഉള്ളിലുള്ള ഒരു പള്ളിയാണ്, വളരെ മനോഹരമായിട്ടുള്ള പള്ളി, നിലയ്ക്കൽ പള്ളി. അതിനോട് ചേർന്നിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇപ്പൊ ഒരു ഫിനിഷിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആദ്യം നമ്മൾ ഇവിടെയുള്ള ഈ എന്താ പറയാ പായലും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യും. അതായത് ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ട ഒരു ഘടകമാണ് വാഷിംഗ്, അത് ക്ലീൻ ചെയ്യുക. ആ സമയത്താണ് നമുക്ക് കൂടുതൽ ക്രാക്കുകൾ ഉണ്ടോ ഇല്ലയോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിനുശേഷം 1 by 1 ആയിട്ട് ഓരോ ലെയർ നമ്മൾ അപ്ലൈ ചെയ്ത് ക്രാക്കുകളെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് ക്രാക്കുകളിലൂടെ എല്ലാം നമ്മൾ കെമിക്കൽസിനെ ഇറക്കി വിട്ട് ശേഷം നമ്മളിങ്ങനെ ഓരോ ലെയർ ആയിട്ട്, ഇപ്പൊ നമ്മൾ ഈ വൈറ്റ് കളർ കൊടുക്കുന്നത് പോലും ഇതിന്റെ തണുപ്പ്, അതായത് ഉള്ളിലേക്ക് ചൂടിനെ ഇറക്കി വിടാതെ ഒരു 10 മുതൽ 15% വരെ ചൂടിനെ താഴേക്ക് കൺട്രോൾ ചെയ്യും. മദർ സ്ലാബിൽ ഇത് അപ്ലൈ ചെയ്യുന്നതോടെ നമുക്ക്, ഉദാഹരണം പറഞ്ഞാൽ, ഒരു നല്ല നട്ടുച്ച സമയത്ത് നമുക്ക് ഈ മദർ സ്ലാബിൽ കയറി നിൽക്കാൻ കഴിയില്ല, കാലത്ത് നല്ല ചൂടായിരിക്കും. പക്ഷെ ഇത് അപ്ലൈ ചെയ്താൽ ഒരു കൊച്ചു കുഞ്ഞിന് വരെ ഇതിൽ കയറി നിൽക്കാം. ഇപ്പൊ ഇവിടെ നിന്നിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. അതായത് അതിനാണ് നമ്മൾ കൂടുതലും വൈറ്റ് കളർ, നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ വൈറ്റ് കളറിന് കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ ചൂടിനെ കൂടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട് ഇപ്പോൾ ഒരു വീട് നിങ്ങളുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ ആദ്യം ചെയ്യുന്നത് വീട് ക്ലീൻ ചെയ്യും? അതെ. നമുക്ക് അതിപ്പോൾ ഡസ്റ്റ് ഉണ്ട്, നമുക്ക് കണ്ണിന് കാണാൻ കഴിയാത്ത ഡസ്റ്റുകൾ ഇവിടെ ഉണ്ടാവും ഈ ടെറസിന്റെ മുകളിലൊക്കെ. അപ്പോൾ അതിനെല്ലാം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് കാണാൻ കഴിയുന്നതും കഴിയാത്തതുമായ എല്ലാ ക്രാക്കുകളും നമ്മൾ ഫില്ല് ചെയ്യും. അതായത് A to Z, എൻഡ് ടു എൻഡ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതായത് പാരപ്പറ്റിന്റെ എൻഡ് മുതൽ അതർ ഓപ്പോസിറ്റ് സൈഡിലുള്ള പാരപ്പറ്റ് എൻഡ് വരെ ചെയ്യും. അപ്പോൾ ഒരു വീട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 5-6 ദിവസം എടുക്കും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. നമുക്ക് 1-2 ദിവസം തരുന്ന ഒരു പ്രോസസ്സിംഗ് അല്ല ഇത്. കാരണം ഓരോ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ആ ലിക്വിഡ് പ്രൊഡക്റ്റ് ഓരോന്ന് ലെയർ ക്യൂറിംഗ് ആവാനായിട്ട് സമയം എടുക്കും. അപ്പോൾ ആ ഓരോ ലെയർ ക്യൂറിംഗ് ആയ ശേഷമാണ് നമ്മൾ അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ എവിടെ നിന്നാണ് ഇങ്ങോട്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് നമുക്ക് ദുബായിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും. അതിന്റെ റോ മെറ്റീരിയൽസ് വരുന്നത് പോലും നമുക്ക് ജർമ്മനിയിൽ നിന്നുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ ദുബായിൽ എത്തിച്ചിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട്. അത്രയും പരിചയസമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. നിങ്ങളിപ്പോ എത്ര വർഷമായി ഈ ഒരു മേഖലയിൽ? ഞങ്ങൾ ഏകദേശം 10 വർഷത്തിനോളായി. പക്ഷെ നമ്മളിപ്പോ ഒരു അഡ്വർടൈസ്മെന്റിലേക്ക് കടന്നത് കോമ്പറ്റീഷൻ ആണല്ലോ, എല്ലായിടത്തും കോമ്പറ്റീഷൻ ആണല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നും ഇത് അഫോർഡബിൾ ആയിട്ട് പ്രൈസ് കിട്ടുമെന്നും ജനങ്ങളൊന്ന് അറിയട്ടെ എന്ന് കരുതി. ആണല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു പള്ളിയൊക്കെ ഇവരെ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അത്രത്തോളം അവരെ വിശ്വാസം ആയതുകൊണ്ട് തന്നെയാണ്. കാരണം ഇവർ കുറേ അധികം വർഷമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. ഇവർക്ക് കീഴിൽ കുറച്ചധികം പണിക്കാരുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ജോലി കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സംരംഭമാണ്. നമ്മുടെ സംരംഭത്തിന്റെ പേര് ഫിക്സ് റോക്ക് എന്നാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ വേസ്റ്റ് ഇടാൻ വേണ്ടിയാണ് പലരും ടെറസ് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും ബാലൻസ് നിന്നിട്ട് അങ്ങോട്ട് ഇടുന്നു, അവിടെ മഴ പെയ്യുമ്പോൾ വെള്ളം അതിനകത്ത് സ്റ്റോർ ആവുന്നു, ആ സ്റ്റോറോട് വെള്ളം താഴേക്ക് എത്തുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കാത്ത വിഷയമാണ്. അതുകൊണ്ട് ഈ ഓടൊക്കെ പൊട്ടിയതാണ്. ഇതിപ്പോൾ നമ്മൾ മാറി കൊടുക്കുന്നു, മുഴുവൻ നമ്മൾ മാറി കൊടുക്കുക. കാരണം ഈ എക്സ്പാൻഷൻ ഉണ്ടായിട്ട് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിനുള്ളിലൂടെ വെള്ളം അവിടെ ഇറങ്ങും. അതേപോലെ തന്നെയാണ് ഈ പട്ടികയിൽ വന്നിട്ട് സ്റ്റോർ ആവും. ഈ സ്റ്റോർ ആവുന്ന വെള്ളം ഈ
നമ്മൾ സൂര്യപ്രകാശം അടിച്ചത് വെള്ളം വലിഞ്ഞു പോകാനുള്ള സാധ്യത തീരെ കുറവാണ്. അപ്പോൾ വെള്ളം അവിടെ സ്റ്റോർ ആയി കഴിഞ്ഞാൽ ചൂടടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇത് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ പൊട്ടിയതിനകത്തൂടെ വെള്ളം ഇറങ്ങാനും അവിടെ സ്റ്റോർ ആവാനും കാലക്രമേണ അത് ഈ മദർ സ്ലാബിലേക്ക് എത്താനും അതിനുശേഷം കമ്പി തുരുമ്പിച്ച്, അതായത് നമ്മുടെ ഈ ലീക്കിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ കോൺക്രീറ്റിനുള്ളിൽ ഉപയോഗിക്കുന്ന കമ്പി ഉണ്ടല്ലോ, ആ കമ്പിയിലോട്ട് വെള്ളം എത്തിക്കഴിഞ്ഞാൽ ലീക്ക്, അതായത് കമ്പി തുരുമ്പിച്ച് കഴിഞ്ഞാൽ അവിടെ എന്താവും, അവിടെ എയർ ഗ്യാപ്പ് ഉണ്ടാവും. എയർ ഗ്യാപ്പ് ഉണ്ടായി കഴിയുമ്പോൾ ആ തുരുമ്പിച്ച ഭാഗങ്ങളുടെ വീണ്ടും വീണ്ടും വെള്ളം ഇറങ്ങുകയും, കാരണം അവിടെ ഒരു ചാലായി കഴിഞ്ഞു. അതായത് നിലവിൽ ഒരു നമ്മുടെ മദർ സ്ലാബിലെ കമ്പിയിലോട്ട് ഈ വെള്ളം ഒരു ചെറിയ നനവ് തട്ടിയെന്ന് കരുതുക, അവിടുന്ന് വീണ്ടും ഈ കമ്പി തുരുമ്പിച്ച് ഉള്ളിലേക്ക് പോകാനും അവിടെ അപ്പം കമ്പി തുരുമ്പിച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റിന്റെ പിടുത്തം വിട്ടു. അപ്പം താഴേക്ക് ഇങ്ങനെ അടന്നു വീഴാനും പൊളിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കൊരു പുതിയ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ, പുതിയൊരു വീട് പണിയുന്നെങ്കിൽ ഫൗണ്ടേഷൻ മുതൽ നമുക്ക് ചെയ്യാൻ പറ്റും. ബെൽറ്റ് നമ്മൾ എടുക്കുമ്പോൾ അവിടെ മുതൽ, അതായത് നമ്മൾ പല വീടുകളിലും പോകുമ്പോൾ കാണാറുണ്ട് ഈ ഭിത്തിയെ കൂടെ വെള്ളം വലിക്കും, അതിനകത്ത് പുട്ടിയും സിമെന്റും അല്ലെ പെയിന്റും ഒക്കെ കാണാൻ കഴിയും. അപ്പൊ അതുണ്ടാവാതിരിക്കാൻ നമുക്ക് തുടക്കം മുതലേ ഈ ഫൗണ്ടേഷൻ കെട്ടുന്ന സമയം മുതലേ നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്തിട്ട്, അതായത് ഒരു വീട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതലേ നിങ്ങൾ പണി ആരംഭിക്കാം. അതിപ്പോ ഒരു കസ്റ്റമർ ആവശ്യമാണല്ലോ. അതായത് എന്റെ വീട് അല്ലെങ്കിൽ ചോരാൻ പാടില്ല, അല്ലെങ്കിൽ ഇതുണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ആവശ്യമാണ്, എനിക്കിത് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ ബാത്റൂം എന്ന് പറയുന്നത് നമുക്ക് അത് കൺസ്ട്രക്ഷൻ ജോയിന്റ് വരുന്ന ഭാഗവും ഏറ്റവും കൂടുതൽ ജലാംശം നിൽക്കുന്ന ഒരു ഭാഗവും ബാത്റൂം. അപ്പൊ നമ്മൾ ടൈൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കോൺക്രീറ്റ് കഴിയുന്ന സമയത്ത് നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്യാൻ പറ്റും. അത് നമ്മളൊരു 5 ലെയർ കോട്ടിംഗ് ആണ് കൊടുക്കുന്നത്, മനസ്സിലായി. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ടെറസ് ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് സ്വിമ്മിംഗ് പൂൾ ചെയ്യാം, അതേപോലെ ഫിഷ് ടാങ്ക് ചെയ്യാം, വാട്ടർ ടാങ്ക് ചെയ്യാം. അതായത് നമ്മളിതൊരു എക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ആണ്. പെയിന്റിങ് ചെയ്യുന്നുണ്ട്, ഗാർഡനിങ് ചെയ്യുന്നുണ്ട്, ഇന്റീരിയർ ചെയ്യുന്നുണ്ട്, റിനോവേഷൻ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുമാതിരിപ്പെട്ട ടാങ്കുകളുടെ വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടോ? എന്തോ ടാങ്ക് വർക്ക് അങ്ങനെ നമ്മളെല്ലാം ചെയ്ത് കൊടുക്കും. നമ്മൾ സ്വിമ്മിംഗ് പൂളിന്റെ ടാങ്കുകൾ കെട്ടി കൊടുക്കുന്നുണ്ട്, അത് വാട്ടർ പ്രൂഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ഗാർഡനിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും മുതലാളിമാരല്ല, നമ്മൾ ഏത് നിമിഷവും നമുക്ക് തൊഴിലാളിയാകാനും സന്തോഷമുള്ള ആൾക്കാരാണ്. തീർച്ചയായിട്ടും. നമുക്കിപ്പോ നമ്മൾ തൊഴിലെടുത്ത് പഠിച്ചു കയറി വന്നവരാണ്. അപ്പൊ നമുക്കിപ്പോ ഒരാൾ സഹായിക്കാൻ ഇല്ലെങ്കിൽ പോലും നമ്മൾ ഇതൊക്കെ ഊരി വെച്ചിട്ട് നമ്മൾ പണിക്കിറങ്ങും അല്ലേ. നമുക്ക് ഒരാളെയും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരാളെയും ഭയക്കേണ്ട കാര്യമില്ല, ആരെങ്കിലും നമ്മളെ ഒഴിവാക്കി നിർത്തും എന്നുള്ള പേടിയില്ല. നിങ്ങൾക്ക് വർക്ക് നന്നായിട്ട് അറിയാം, നിങ്ങളുടെ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് അത് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. 100%. കാരണം നമ്മൾ അത്രയും സിൻസിയർ ആയിട്ടാണ് ഓരോ വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്, അത്ര നീറ്റായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. അത് അവർ ഉറപ്പ് തന്നെ പറയുകയാണ്. അതുപോലെ തന്നെ നമ്മൾ വാട്ടർ പ്രൂഫിങ്ങിന് വാറന്റി കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ എത്ര വർഷമാണ്? നമ്മൾ 20 വർഷമാണ് വാറന്റി. 20 വർഷം. ഇന്ത്യയിൽ എവിടെയും നിങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇവരുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ പേരെന്ന് പറയുന്നത് ഫിക്സ് റോക്ക് എന്നാണ്. ഞാൻ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരമാകുന്ന ഒരു സ്ഥാപനമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും വീടുള്ളതാണ്, നമ്മുടെ വീട്ടിൽ ചോർച്ചയുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ പുത്തൻ വീടുകളൊക്കെ പണിയുന്നവരുണ്ട്. അപ്പം ഞാനും ഒരു വീടൊക്കെ പണിയുമ്പോൾ തീർച്ചയായിട്ടും ഇവരെ വിളിച്ചിട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്.